നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂർ നഗരസഭയിലെ 1-ാം വാർഡിൽ കോവിഡ് രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ മേഖലയിൽ കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മേഖലയിൽ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ തുടരാൻ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. കൂത്തുപറമ്പിൽ വൻ MDMA വേട്ട, 3 പേർ വാഹനസഹിതം അറസ്റ്റിലായി. ബഹുമുഖമായ എതിർപ്പുകളുടെയും ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളുടെയും ഇടയിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജീവിതമെന്ന് നോവലിസ്റ്റും അധ്യാപികയുമായ R. രാജശ്രീ. ഒരു ചെറു ദൃശ്യത്തെ പോലും വളച്ചൊടിച്ച് ജനവികാരങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുന്ന സമാന്തര പത്രപ്രവർത്തനത്തിന്റെ ബഹളമാണ് എങ്ങുമെന്നും രാജശ്രീ. രാത്രി കാറിൽ ലിഫ്റ്റ് ചോദിച്ചു കയറി പണമടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച 2 പേരെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശികളായ സാജിദ് PM, അനീസ് P എന്നിവർ. വാർത്തകൾ വിശദമായി. പാനൂരിൽ വ്യാപാരി കോവിഡ് ബാധിച്ചു മരിച്ചു. പാനൂർ ടൗണിൽ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം മൊയിലോത്ത് പാലക്കണ്ടി അബ്ദുള്ളയാണ് മരിച്ചത്. പാനൂരിലെ ആദ്യകാല വ്യാപാരിയായിരുന്നു. പരേതയായ ആയിഷയാണ് ഭാര്യ. റഷീദ്, മുഹമ്മദ്, ഖൈസ്, സിറാജ്, നബീസു എന്നിവർ മക്കളാണ്. അബ്ദുറഹ്മാൻ മരുമകനാണ്. പാനൂർ നഗരസഭയിലെ 1-ാം വാർഡിൽ കോവിഡ് രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ മേഖലയിൽ കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു. KP മോഹനൻ MLAയുടെ നേതൃത്വത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. കോവിഡിനെതിരെ ഭയമല്ല, ജാഗ്രതയാണ് ആവശ്യമെന്ന് യോഗം വിലയിരുത്തി. മാസ്ക്, സാനിറ്റൈസർ എന്നിവ നിർബന്ധമാക്കണമെന്ന് MLA പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാവുമെന്ന് പോലും കരുതിയില്ല. കാരണം കോവിഡ് മരണങ്ങൾ പറയേണ്ടായിരുന്നു, കോവിഡ് കാരണമായിരുന്നു. പക്ഷേ ഇത് കോവിഡ് എന്താണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാൻ ഡോക്ടറോട് ഒന്നുകൂടി കൺട്രോൾ ചെയ്ത് പുറത്തുവിട്ടാൽ മതി. അപ്പോൾ കൺട്രോൾ ചെയ്ത ശേഷമാണ് ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു. അതിനുശേഷം അവിടെ പോയി. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഡോക്ടറുടെ നിർദ്ദേശവും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ നിർദ്ദേശവും നമുക്ക് ഉടൻ തന്നെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗം വിളിച്ചത്. കോവിഡ് അടിയന്തര യോഗത്തിൽ നഗരസഭാ കൗൺസിലർ നസീല കണ്ടിയിൽ അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ B. നാസർ മാസ്റ്റർ, കൗൺസിലർമാരായ PK പ്രവീൺ, KK സുധീർ കുമാർ, താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A. അനിൽകുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ CP രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലതിഷ ബായ്, ഹെൽത്ത് നഴ്സ് K. ശാന്തകുമാരി, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ശശി നടുവിലക്കണ്ടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പനിയുള്ള ആളുകൾ ഐസൊലേഷനിൽ തുടരണം. കോവിഡ് പോസിറ്റീവായവർ ക്വാറന്റൈനിൽ കഴിയണം. മാസ്ക്, സാനിറ്റൈസർ ഉപയോഗം നിർബന്ധമാക്കും. സാമൂഹിക അകലം പാലിക്കണം. അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക. ആളുകൾ കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയവർ ക്വാറന്റൈനിൽ കഴിയുക. എല്ലാ വാർഡുകളിലും പനി സർവേ നടത്തി റിപ്പോർട്ട് ചെയ്യുക. ആഘോഷ പരിപാടികളിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കുക. വിവാഹം, ഉത്സവം തുടങ്ങിയ പരിപാടികൾ ആരോഗ്യ വിഭാഗത്തെയും നഗരസഭയെയും മുൻകൂട്ടി അറിയിക്കുക തുടങ്ങിയ തീരുമാനങ്ങളാണ് അടിയന്തര യോഗം കൈക്കൊണ്ടത്. ആരോഗ്യ പ്രവർത്തകരോട് ജാഗ്രത പാലിക്കാൻ യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. പനി കണ്ടെത്തിയ ആളുകളെ പ്രത്യേകം നിരീക്ഷണം നടത്താനും ക്വാറന്റൈനിൽ തുടരാൻ നിർദ്ദേശിക്കാനും തീരുമാനിച്ചു. രോഗലക്ഷണമുള്ള പ്രായമായവരെ ആവശ്യമെങ്കിൽ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു. ദുബായ് കറാമയിൽ ഗ്യാസ് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പുന്നോൽ റൂഫിയ മൻസിൽ ഷാനിൽ ഇന്ന് കാലത്ത് നിര്യാതനായി. പുട്ടുവക്കാട് നൌഷാദിന്റെയും കുഴിച്ചാൽ പൊന്നമ്പത്ത് റൂഫിയയുടെയും മകനാണ്. കൂത്തുപറമ്പിൽ വൻ MDMA വേട്ട, 7 ഗ്രാം MDMAയുമായി 3 പേർ വാഹനസഹിതം അറസ്റ്റിലായി. രഹസ്യ വിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ രാവിലെ 7 മണിയോടെ വാഹന പരിശോധനയ്ക്കിടെയാണ് MDMAയുമായി 3 പേരെ കൂത്തുപറമ്പ് പോലീസ് പിടികൂടിയത്. കണ്ണവത്തെ കളയുള്ളപ്പറമ്പത്ത് മുഹമ്മദ് ഷാനിഫ്, മുതിയങ്ങ നെന്മത്ത് മൻസിലിൽ PM ഷംസീർ, പൂഴിയോട് PM നിയാസ് എന്നിവരെയാണ് പിടികൂടിയത്. KL 13 AW 9148 നമ്പർ ബലേനോ കാറിൽ 7 ഗ്രാം MDMA കടത്തുകയായിരുന്നു സംഘം. കൂത്തുപറമ്പ് SI VM ബിനീഷ്, SI വിനോദ്, ASI പ്രക്ഷോഭ്, സിവിൽ പോലീസ് ഓഫീസർ ഷിജിത് അക്കരമ്മൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ബഹുമുഖമായ എതിർപ്പുകളുടെയും ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളുടെയും ഇടയിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജീവിതമെന്ന് നോവലിസ്റ്റും അധ്യാപികയുമായ R. രാജശ്രീ.
ഒരു ചെറു ദൃശ്യത്തെ പോലും വളച്ചൊടിച്ച് ജനവികാരങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുന്ന സമാന്തര മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബഹളമാണെങ്ങും. ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഇത്തരം കലക്കങ്ങളെ അതിജീവിക്കാനാവാതെ മുതിർന്ന ഒട്ടേറെ മാധ്യമപ്രവർത്തകർ ഈ മേഖലയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറം മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഡോക്ടർ ഹർമൻ ഗുണ്ടർട്ട് സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർ രാജശ്രീ. ഇത്തരം ചുറ്റുപാടിൽ സ്വന്തം ശബ്ദം വേറിട്ട് കേൾക്കുക എന്നത് പ്രയാസകരമാണെന്നും മാതൃഭൂമി കണ്ണൂർ ലേഖിക ടി സൗമ്യക്കും ദീപിക കണ്ണൂർ ലേഖിക അനുമോൾ ജോയിക്കും ഡോക്ടർ ഹെർമൽ ഗുണ്ടർട്ട് സ്മാരക പത്രപ്രവർത്തക അവാർഡ് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ രാജശ്രീ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ മാധ്യമപ്രവർത്തന ചരിത്രത്തിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രിമാരടക്കം മാനിച്ചിരുന്ന മാധ്യമപ്രവർത്തകരും പത്രസ്ഥാപനങ്ങളും അതിനകത്തെ കാർട്ടൂണിസ്റ്റുകളും ഉണ്ടായിരുന്നു. നമ്മുടെ പല പത്രങ്ങളിലും വന്നിട്ടുള്ള കാർട്ടൂണുകൾ, നെഹ്റുവിനെയൊക്കെ പ്രധാന കഥാപാത്രമാക്കിയിട്ടുള്ള കാർട്ടൂണുകൾ പലപ്പോഴും നമ്മുടെ ഭരണസാരഥ്യത്തെ വരെ നിയന്ത്രിച്ചിട്ടുണ്ട്. അവരത് ശ്രദ്ധിച്ചിരുന്നു, തങ്ങൾക്ക് എതിരായിട്ട് വരുന്ന കാർട്ടൂണുകളും മറ്റും. അതുകൊണ്ടാണ് പത്രത്തിന്റെ ഒരു അപകടം, അവരുടെ പ്രഹരശേഷി എന്താണെന്ന് അറിയുന്നത് കൊണ്ടുകൂടിയാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ പ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ ഒരു വശം അതിനകത്തുണ്ട് തീർച്ചയായിട്ടും. ഒന്നുകിൽ സ്വന്തം കയ്യാളുകളായി മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അധീനതയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു നയം എല്ലാ കാലത്തും ലോകമെമ്പാടും പത്രസ്ഥാപനങ്ങളോട് അധികാരികൾ പുലർത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെയും മറികടക്കേണ്ടതുണ്ട് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതായത് മറ്റേത് തൊഴിൽ മേഖലയിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പല മുഖങ്ങളിൽ നിന്നുള്ള എതിർപ്പിനെയാണ് അവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിനകത്ത്. ഒന്നുകിൽ വഴിപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ തകരാൻ തയ്യാറാവുക എന്നുള്ളൊരു രണ്ട് പക്ഷം മാത്രം ഉള്ള, അത് രണ്ട് ചോയ്സ് മാത്രമുള്ള ഒരു മേഖലയായിട്ട് അത് വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങുകളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ അവരുടെ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന ചലനങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നത്. പ്രസ് ഫോറം പ്രസിഡന്റ് അനീഷ് പാദ്രിയാട് അധ്യക്ഷത വഹിച്ചു. പത്രാധിപർ EK നാനാർ സ്മാരക ലൈബ്രറി പ്രസിഡന്റ് നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി. റവറന്റ് ഫാദർ ഡോക്ടർ GS ഫ്രാൻസിസ്, പത്രാധിപർ EK നാനാർ സ്മാരക ലൈബ്രറി സെക്രട്ടറി P ദിനേശൻ, ട്രഷറർ പാളിയാട് രവി എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കളായ T ദീപിക, അനുമോൾ ജോയ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഞാൻ മമ്പ്രത്താണെന്ന് പറഞ്ഞെങ്കിൽ ഇവന്റെ ശരിക്കും സ്ഥലം കോഴിക്കോടാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ 2-3 പേജ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. എനിക്ക് മനസ്സിലാവുന്നില്ല, പല വാക്കുകളും ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ ആദ്യം കഷ്ടപ്പെട്ടത്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെറുതൊക്കെ ചോദിക്കും അതിൻ്റെ മീനിങ് എന്തായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചു, നീങ്ങുന്നില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ അത് വായിച്ചില്ലെങ്കിൽ വായിക്കണം, അത് മുഴുവനാക്കണം, ആദ്യം അങ്ങനെ തോന്നിയാണെങ്കിൽ ഒന്ന് നോക്ക്. ഞാൻ രണ്ടാമതെടുത്ത് വായിച്ചപ്പോൾ എനിക്കറിയില്ല, അത് ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ തീർത്തു, അത് മുഴുവൻ വായിച്ചു. അതിന്റെ ആഖ്യാന രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് പിന്നെ പുസ്തകങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു ബുക്കിലൂടെ കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. അത് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ സന്തോഷം. മൂന്നാമത് ഇപ്പൊ എന്താണെങ്കിലും അവാർഡ് പങ്കിട്ട് പോകുമ്പോൾ നമുക്കൊരു കുശുമ്പുണ്ടാവും, ഒരാൾക്കും കൂടി കൊടുത്തല്ലോ എന്നുള്ളൊരു കുശുമ്പുണ്ടാവേണ്ടതാണ്. പക്ഷെ ഇതില് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കിട്ടിയെന്നേ തോന്നിയിട്ടുള്ളൂ, കാരണം ഞങ്ങളെ ഗ്യാങ്ങിൽ ഒരാളാണ് അനു. പ്രസ് ഫോറം സെക്രട്ടറി KP ഷീജിത്ത് സ്വാഗതവും പത്രാധിപർ EK നാനാർ സ്മാരക ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി N സിറാജുദ്ദീൻ നന്ദിയും പറഞ്ഞു. രാത്രി കാറിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി പണമടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച 2 പേരെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ താഴത്തെരു പള്ളിമൂപ്പൻ ഹൗസിൽ സാജിദ് PM, കണ്ണൂർ പൂളേൻ്റെവിട അനീസ് P എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് കോഴിക്കോട് നിന്ന് വരികയായിരുന്ന ഇന്നോവ കാറിന് മാഹിപ്പാലത്ത് സമീപം വെച്ച് 2 പേർ കൈകാണിക്കുകയും തലശ്ശേരിയിലേക്ക് കാറിൽ ലിഫ്റ്റ് ചോദിച്ച് കയറുകയുമായിരുന്നു. പിലാക്കൂൽ എത്തിയപ്പോൾ വെള്ളം കുടിക്കാനായി ഡാഷ്ബോർഡ് തുറന്നപ്പോൾ അതിനുള്ളിൽ സൂക്ഷിച്ച 15,600 രൂപ അടങ്ങിയ പേഴ്സ് കാണാത്തതിനെ തുടർന്ന് ചോദിച്ചപ്പോൾ ഇരുവരും പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും പിടികൂടി. പള്ളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 112.21 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. പള്ളിക്കുന്ന് സ്വദേശി K പ്രസിദ്ധിനെയാണ് കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PP ജനാർദ്ദനൻ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. പള്ളിക്കുന്ന് ചിറക്കൽ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായതെന്ന്
എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KD മാത്യു, പ്രിവന്റീവ് ഓഫീസർ MK സന്തോഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈന, K ഷജിത്ത്, CH റിഷാദ്, PV ഗണേഷ് ബാബു, P നിഖിൽ, C അജിത്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഭർത്തൃവീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചൊക്ലി പെട്ടിപ്പാലത്തെ ഷഫ്നയുടെ വീട്ടിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ സന്ദർശനം നടത്തി. വീട്ടുകാരെ ആശ്വസിപ്പിച്ച സംഘം ഷഫ്നയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഷഫ്നയുടെ കുഞ്ഞിനെ ഷഫ്നയുടെ ബന്ധുക്കളെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ചൊക്ലി പെട്ടിപ്പാലത്തെ ആശാരിപ്പുളിക്കൽ ഷാഹിദയുടെയും സലീമിന്റെയും 4 മക്കളിൽ 3ാമത്തെ മകളായ ഷഫ്ന ഷെറീനെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ചൊക്ലി പുല്ലൂക്കരയിലുള്ള ഭർത്തൃവീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഉമ്മയടക്കമുള്ള ബന്ധുക്കൾ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ, ജില്ലാ പ്രസിഡന്റ് KPV പ്രീത, സംസ്ഥാന കമ്മിറ്റി അംഗം TT റംല, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ A ശൈലജ, മഹിളാ അസോസിയേഷൻ പാനൂർ ഏരിയ സെക്രട്ടറി ശ്രീജ, വില്ലേജ് സെക്രട്ടറി KP ഷമീമ, ശ്രീനില ശ്രീജിത്ത് എന്നിവരടക്കമുള്ള നേതാക്കൾ വീട് സന്ദർശിച്ചത്. വർഷം മാത്രം കഴിഞ്ഞ് കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഷിഫ്ന ദാരുണമായ നിലയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. രക്ഷിതാക്കൾ പറയുന്നത് ഒരിക്കലും ആ കുട്ടി അത്തരത്തിലുള്ള സംഭവം ഒരാത്മഹത്യയിലേക്ക് പോവില്ല എന്നുള്ളതാണ്. കുടുംബക്കാർ ബലമായി സംശയിക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഈ ദാരുണമായ സംഭവത്തിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തി ഈ കുടുംബത്തിന് നീതി ലഭിക്കാനാവശ്യമായ എല്ലാ പ്രവർത്തനവും നടത്തും എന്നാണ് പറയാനുള്ളത്. ഷഫ്നയുടെ മരണത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നും കുഞ്ഞിനെ ഷഫ്നയുടെ ബന്ധുക്കളെ ഏൽപ്പിക്കണമെന്നും അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും ഈ കുട്ടിയുടെ 25 വർഷത്തെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിവാഹിതയായതിനു ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള ചില തിക്താനുഭവങ്ങളുണ്ട്. അത്തരം അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത് തീർച്ചയായും ഒരു കൊലപാതകമാണെന്ന് കുടുംബക്കാരോടൊപ്പം ഞങ്ങളും സംശയിക്കുന്നുണ്ട്. കയ്യിലും അതുപോലെ കഴുത്തിലും ഒക്കെ മുറിവുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കൃത്യമായും പരിശോധിക്കണം. വളരെ വൈകിട്ടാണ് ഈ രക്ഷിതാക്കൾക്ക് ഈ വിവരം കിട്ടുന്നത്. ആ വിവരം പറഞ്ഞ രീതിയും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറാവണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം കൊലപാതകങ്ങൾ അഥവാ മരണങ്ങൾ ആവർത്തിച്ച് നടക്കുന്നത് കേരളീയ സമൂഹത്തിന് അപമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് കുറ്റക്കാരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് കേരളത്തിലെ പോലീസ് കൊണ്ടുവരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ OP ടിക്കറ്റ് നിരക്ക് 5 രൂപയിൽ നിന്നും 10 രൂപയായി വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി ഉദ്ഘാടനം ചെയ്തു. BJP കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. TK സജീവൻ, റീന മനോഹരൻ, P പുഷ്പലത, P ഷൈജു മുരിയാട്, അജയ് മുരളി, സുഷിന മാറോളി, സരസ്വതി നരവൂർ, TK ഷിബു, K വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് വെള്ളിയാഴ്ച മുതൽ OP ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത്. UDF തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നവകേരള സദസ്സിനെതിരെ സമരം ചെയ്ത UDF പ്രവർത്തകരെയും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ച MLA എൽദോസ് കുന്തപ്പള്ളിയെയും കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് UDF പ്രകടനം നടത്തിയത്.
എൻ മുഹമ്മദ്, MP അരവിന്ദാക്ഷൻ, VC പ്രസാദ്, K ശശിധരൻ മാസ്റ്റർ, അഹമ്മദ്, അൻവർ ചെറുവക്കര, സാഹിർ പാലക്കൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. വജ്ര കൺവെൻഷൻ സെന്റർ, വലിയ വെളിച്ചം, കൂത്തുപറമ്പ. 1000 പേർക്കിരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയം. വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഡൈനിംഗ് ഹാൾ, മിനി പാർട്ടി ഹാൾ, സ്യൂട്ട് റൂംസ്, ഓപ്പൺ സ്റ്റേജ്. വജ്ര കൺവെൻഷൻ സെന്റർ നിയർ BS പെട്രോളിയം, വലിയ വെളിച്ചം, കൂത്തുപറമ്പ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. സൂപ്പർ സീസൺ, സൂപ്പർ ഡിസ്കൗണ്ട്. ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ, തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. മാഹി മലയാള കലാഗ്രാമത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, കുച്ചിപ്പുടി, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ 20 മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ഫോൺ 0490233291 7907361149 944764. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കണ്ണൂർ തളാപ്പിൽ പൂട്ടിയിട്ട വീടിന്റെ കിണറ്റിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞില്ല. കണ്ണൂർ നഗരവും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കാണാതായവരുടെ വിവരവും പോലീസ് ശേഖരിക്കുന്നുണ്ട്. SN വിദ്യാമന്ദിറിന് മുൻവശത്തെ ചെന്നൈയിൽ താമസക്കാരിയായ S ഭാഗ്യലക്ഷ്മിയുടെ വീട്ടുകിണറ്റിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചത്തെ പഴക്കമുണ്ടെന്നും ഏകദേശം 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണിതെന്നും പോലീസ് പറഞ്ഞു.
ദുർഗന്ധം വമിച്ചതോടെ സമീപവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നോക്കിയപ്പോഴാണ് കിണറ്റിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത വീട്ടിൽ അസ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കണ്ടില്ലെന്നാണ് ഇതിനടുത്ത് താമസിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ സഹോദരൻ പറയുന്നത്. കിണറ്റിന്റെ കരയിൽ നിന്നും ഒരു ജോഡി ചെരുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ ടൗൺ CI ബിനു മോഹന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാഹി സുധാകരൻ മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഫുട്ബോൾ ദിനം ആഘോഷിച്ചു. അക്കാദമി കോച്ച് സലീം ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അക്കാദമി കോച്ച് സലീം ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പോൾ ഷിബു അധ്യക്ഷത വഹിച്ചു. മനോജ് വളവിൽ, വി സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് ബേസിൽ ഡിക്രു സ്വാഗതവും ആന്റണി ലിജോയ് നന്ദിയും പറഞ്ഞു. VK ഷഫീഖ്, ഗഫൂർ, നാസർ എന്നിവർ നേതൃത്വം നൽകി. NCC പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 8 കന്യാകുമാരിയിൽ നിന്നാരംഭിച്ച ബ്രിഗേഡിയർ നരേന്ദ്ര ചാരാഗ് നയിക്കുന്ന ദേശീയ സൈക്കിൾ റാലിക്ക് വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC തലശ്ശേരിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സ്വീകരണം നൽകി. മഹിളാ ശക്തി കാ അഭേദ്യ സഫർ എന്ന പേരിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയിൽ 14 വനിതാ NCC കേഡറ്റുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC തലശ്ശേരിയുടെ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ലളിത് കുമാർ ഗോയൽ, സുബേദാർ മേജർ VC ശശി, NCC ഓഫീസർ TP രാവിദ്, ഹവിൽദാർ ഉദയ് പ്രതാപ്, ഹവിൽദാർമാരായ ഉദയ് പ്രതാപ്, ജയരാമൻ, നിതീഷ്, നായിക്, ഔസേപ്പ് NCC കേഡറ്റുകൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തലശ്ശേരിയിലുള്ള വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC ഓഫീസിൽ കേഡറ്റുകളും ഓഫീസ് സ്റ്റാഫും സൈക്കിൾ റാലിയിലെ അംഗങ്ങളെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചു. ഗുഡ് മോർണിംഗ്. നാഷണൽ കേഡറ്റ് കോർപ്പിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 8 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് 3232 കിലോമീറ്റർ സഞ്ചരിച്ച് ന്യൂഡൽഹിയിൽ സമാപിക്കുന്ന ദേശീയ സൈക്കിൾ റാലിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 13, 14 ഡിസംബറിലാണ് ഈ റാലി സഞ്ചരിക്കുന്നത്. ഇന്ന് മൂരാട് ബ്രിഡ്ജിൽ വെച്ച് വൺ കേരള ആർട്ടിലറി ബാറ്ററി NCCയുടെ നേതൃത്വത്തിൽ കമാൻഡിംഗ് ഓഫീസർ കർണൽ ലളിത് കുമാർ ഗോയലിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ റാലിയെ സ്വീകരിച്ചത്. ഈ റാലി മൂരാട് നിന്നും കണ്ണൂർ വരെ വൺ കേരള ആർട്ടിലറി ബാറ്ററിയുടെ കേഡറ്റുകളും സ്റ്റാഫും NCC ഓഫീസർമാരും ഈ റാലിയെ അനുഗമിക്കും. From Gujarat Directorate would firstly like to extend an heartfelt gratitude for presence among us. On 8 December 2023, we undertook a challenge, the Mega Cyclothon, conducted by 14 SW cadets who will be covering a total of 3,232 kilometers in 33 riding days at an average of 97 kilometers per day. We started off from Kanyakumari and will be flagged in at Delhi by the Honorable Prime Minister Shri Narendra Modi. Today, we are going from Kozhikode to Ezimala. റാലിക്ക് കേരള പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പൂർണ്ണ സഹകരണം ലഭിച്ചുവെന്ന് വൺ കേരള ആർട്ടിലറി ബാറ്ററി NCCയുടെ തലശ്ശേരി കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ലളിത് കുമാർ ഗോയൽ പറഞ്ഞു. കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരിയിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പീഡിയാട്രിക് എക്സിബിഷൻ ബംബിൾ ബീറ്റ്സ് സംഘടിപ്പിച്ചു. തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ കൗമാരപ്രായം വരെയുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള അവബോധങ്ങളും വളർച്ചാ സമയത്തെ പ്രശ്നങ്ങളും എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പ്രദർശനവും ക്ലാസുകളും ഉൾപ്പെടുത്തിയാണ് ബംബിൾ ബീറ്റ്സ് സംഘടിപ്പിച്ചത്. ആശുപത്രി അങ്കണത്തിൽ നടത്തിയ എക്സിബിഷൻ തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്വപ്ന ജോസ്, ഹോസ്പിറ്റൽ ഫെഡറേഷൻ MD C മോഹനൻ, വാർഡ് കൗൺസിലർ ഫിൽഷാദ്, തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ P പ്രശാന്ത്, നഴ്സിംഗ് കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K വേലായുധൻ, അധ്യാപകരായ KK ഷൈജ, നവ്യ വർഗീസ് എന്നിവർ സംസാരിച്ചു.
ഗ്രാൻഡ് തേജസ് കപ്പിനും ഡൗൺ ടൗൺ മാൾ ഷീൽഡിനും വേണ്ടിയുള്ള മാഹി സ്പോർട്സ് ക്ലബിൻ്റെ 40ാമത് അഖിലേന്ത്യാ സെവൻസ് ടൂർണമെൻറ്റിൻ്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. തലശ്ശേരി പ്രസ് ഫോറത്തിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KM ജമുന റാണി ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. അന്താരാഷ്ട്ര മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതിന് ആതിഥ്യം നൽകുന്നത് നമ്മുടെ തലശ്ശേരിയിലെ 2 പ്രമുഖ വ്യവസായികളാണെന്നുള്ളത് ഏറ്റവും സന്തോഷം. വർത്തമാനകാലത്ത് സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കുന്ന ഒരു മേഖല തന്നെയാണ്. നമുക്കറിയാം, ഇന്നിൻ്റെ കുറേ അസാരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സമൂഹത്തിലുള്ള എല്ലാവരെയും ഒത്തൊരുമിച്ച്, യുവാക്കളെയും അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് ഈ മാഹി സ്പോർട്സ് ക്ലബ്ബ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ തലമുറയെ സംരക്ഷിക്കാനും അതുവഴി നല്ല മാനസികവും ശാരീരിക ആരോഗ്യവും നേടാനുള്ള ഒരു ഉപാധിയായി മാറട്ടെ. ഇത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ബ്രോഷർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ജിനോസ് ബഷീർ അധ്യക്ഷനായി. ഇത്തവണ ഗ്രാൻഡ് തേജസ് കപ്പിനും ഡൗൺ ടൗൺ മാൾ ഷീൽഡിനും വേണ്ടിയുള്ള 40ാമത് ഫുട്ബോളാണ് നടക്കുന്നത്. 16 ടീമുകളാണ് ഇത്തവണ മാറ്റുരക്കുന്നത്. വിദേശ കളിക്കാരടക്കമുള്ള കളിക്കാർ ഇത്തവണയും മാഹിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ വീറും വാശിയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഗ്രാൻഡ് തേജസ് മാനേജർ അലി, ഡൗൺ ടൗൺ മാൾ മാനേജർ സനീഷ്, അനിൽ വിലങ്ങിൽ, വിനയൻ പുത്തലത്ത്, ശ്രീകുമാർ ബാനു, ഷിബു കളത്തിൽ, PCH ശശിധരൻ, പ്രദീപ് കുമാർ കക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ക്ലബ് സെക്രട്ടറി അടിയേരി ജയരാജ് സ്വാഗതവും KC നിഖിലേഷ് നന്ദിയും പറഞ്ഞു. ഡിസംബർ 29 മുതൽ ജനുവരി 14 വരെ മാഹി മൈതാനിയിൽ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിലും വിദേശത്തുമുള്ള പ്രഗത്ഭരായ കളിക്കാർ ബൂട്ടണിയും. ദേശീയ ജനാധിപത്യ സഖ്യം കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപഞ്ചായത്ത് സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിലാണ് പരിപാടി നടന്നത്. BJP കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി M മോഹനൻ മാസ്റ്റർ ജനപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കും. UPA ഭരണകാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരൻ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനെ പാകിസ്ഥാൻ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ചത് കൊന്നതിന് ശേഷം മൃതശരീരങ്ങൾ വികൃതമാക്കി ഇന്ത്യക്ക് കൈമാറിയപ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ ആ മൃതശരീരം ഏറ്റുവാങ്ങുന്ന ഗതികളായിരുന്നു. ആ കാലഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു, ഈ രാജ്യത്തിന്റെ സുരക്ഷ ഞാൻ ശക്തിപ്പെടുത്തും. ഒരു പട്ടാളക്കാരനെയും അങ്ങനെ ആരെയും ആക്രമിക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല. ദേശ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. P ഷൈജു മൂരിയാട് അധ്യക്ഷനായി. BJP സംസ്ഥാന കൗൺസിൽ അംഗം MB സുമേഷ്, BDJS സംസ്ഥാന സെക്രട്ടറി E മനീഷ്, CK സുരേഷ്, സുഷിന മാറോളി, MK രാജീവൻ എന്നിവർ സംസാരിച്ചു. കൂത്തുപറമ്പ് നഗരസഭയിലെ ആദ്യ കൗൺസിലറായ കുറ്റിയൻ കരുണനെ ചടങ്ങിൽ ആദരിച്ചു. V പ്രജിത് ആമ്പിലാട് സ്വാഗതവും സുബിൻ മാറോളി നന്ദിയും പറഞ്ഞു. പഴയ നിരത്ത് റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റിയ ശേഷം കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. പ്രകടനത്തിന് BJP കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി TK സജീവൻ, NK അനിൽകുമാർ, V ഷാജി മൂരിയാട്, BDJS നേതാക്കളായ K പവിത്രൻ വള്ളങ്ങാട്, CK വത്സരാജൻ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ശോഭിക വെഡ്ഡിംഗ് സെന്റർ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്. വിഷു റംസാൻ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിംഗ് സെന്റർ കൂടുതൽ സെലക്ഷനോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ആഘോഷവേളകൾ ഏതുമാവട്ടെ, മനസ്സിനും ശരീരത്തിനും കുളിരു പകരുന്ന പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ, കൂത്തുപറമ്പ്. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്ക, വെഡ്ഡിംഗ് ഗൗൺ, ചുരിദാർ മെറ്റീരിയലുകൾ, ട്രെൻഡിംഗ് ടോപ്പുകൾ, കിഡ്സ് വെയർസ് തുടങ്ങി ലോകോത്തര ഷർട്ടിംഗ്, സ്യൂട്ടിംഗ്, ധോത്തി ബ്രാൻഡുകളായ LP, വാൻ ഹുസൈൻ,
അലൻസോളി ലിനൻ ക്ലബ്, റെയ്മണ്ട് ഓട്ടോ, മിനിസ്റ്റർ വൈറ്റ്, രാംരാജ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. ഫോൺ 8943111148. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. പാനൂരിനടുത്ത കൈവേലിക്കലിൽ പുനർനിർമ്മിച്ച കൈവേലിക്കൽ ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി സമർപ്പിച്ചു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PP ഉമർ മുസ്ലിയാർ കോയോട് മുഖ്യാതിഥിയായി. പാനൂരിനടുത്ത കൈവേലിക്കലിൽ പുനർനിർമ്മിച്ച കൈവേലിക്കൽ ജുമാ മസ്ജിദ് വിശ്വാസികൾക്ക് സമർപ്പിച്ചു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. P യൂസഫ് ഹാജി അധ്യക്ഷനായി. EM ബഷീർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ PP ഉമർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. TS ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, KP മോഹനൻ MLA, അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഷീർ ബാഗവി, പൊട്ടങ്കണ്ടി അബ്ദുള്ള, മുൻ MLA പാറക്കൽ അബ്ദുള്ള, O അബ്ദുറഹ്മാൻ തുടങ്ങി മഹൽ ഭാരവാഹികളും നിരവധി വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു. ഖുർആൻ മനഃപ്പാഠമാക്കിയ ആദിൽ മുസ്തഫയെ ചടങ്ങിൽ ആദരിച്ചു. തലശ്ശേരി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെയും ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം നടന്നു. പ്രശസ്ത സിനിമാ താരം അനശ്വര പൊന്നമ്പത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. ഷോറൂമിന്റെയും ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം സിനിമാ താരം അനശ്വര പൊന്നമ്പത്ത് നിർവഹിച്ചു. ഇനോഗ്രേഷൻ വരുന്നത് തലശ്ശേരി ബ്രാഞ്ചിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ഇത്രയും നല്ലൊരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവരോടും അതുപോലെ നന്ദി രേഖപ്പെടുത്തുന്നു. സാധാരണ ഒരു സെയിൽസ് എങ്ങനെയായിരിക്കണം, എല്ലാവരും നമുക്ക് അടുത്ത സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നു അവരുടെ ആക്റ്റീവ് കാണുമ്പോഴാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ആക്റ്റീവാണ്. ആരും ആക്റ്റീവാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് പ്രസൻ്റ് ആണ്. അപ്പം ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം.
ഒരു നവീകരിച്ച ഷോറൂം ഇനി അങ്ങോട്ടേക്ക് ഡയമണ്ട് ഫെസ്റ്റിവൽ വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ എല്ലാവർക്കും ക്രിസ്മസ് ഒരു ആശംസകൾ നേരുവാണ്. റീജിയണൽ മാനേജർമാരായ ഗോകുൽദാസ്, മഹേഷ്, പ്രദീപ്, ഷോറൂം മാനേജർ സനീഷ്, മാർക്കറ്റിംഗ് മാനേജർ ജിബിൽ, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഗൗരി, രാജു, ബിജു ജോർജ് എന്നിവർ സംസാരിച്ചു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കാളികളായി. വി-കാർട്ട് എക്സ്പ്രസ് വേൾഡ് വൈഡ് കൊറിയർ സർവീസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി നാരങ്ങാപുരത്ത് പാലസ് ടവറിലാണ് കൊറിയർ സർവീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വി-കാർട്ട് കൊറിയർ സർവീസ് തലശ്ശേരിയിൽ നാരങ്ങാപുരത്ത് പാലസ് ടവറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. KP മോഹനൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏത് രാജ്യത്തേക്കും മരുന്നുകൾ, ഡ്രസ്സുകൾ, ബുക്കുകൾ, സർട്ടിഫിക്കറ്റുകൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവ ഉത്തരവാദിത്തത്തോടെ എത്തിച്ചു നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഗൾഫ് രാജ്യത്തേക്കും യൂറോപ്പിലേക്കും പ്രത്യേക പാക്കേജുകളും ലഭ്യമാണ്. ബംഗളൂരുവിലേക്കും കോയമ്പത്തൂരിലേക്കും ഡെയിലി പാർസൽ സർവീസ് ഉണ്ടായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. രാജ്യത്തിനകത്തും പുറത്തും വി-കാർട്ട് കൊറിയർ സർവീസിന്റെ സേവനം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂർ നഗരസഭയിലെ 1-ാം വാർഡിൽ കോവിഡ് രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ മേഖലയിൽ കോവിഡിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മേഖലയിൽ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികൾ തുടരാൻ ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. കൂത്തുപറമ്പിൽ വൻ MDMA വേട്ട, 3 പേർ വാഹനസഹിതം അറസ്റ്റിലായി. ബഹുമുഖമായ എതിർപ്പുകളുടെയും ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളുടെയും ഇടയിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ജീവിതമെന്ന് നോവലിസ്റ്റും അധ്യാപികയുമായ R. രാജശ്രീ. ഒരു ചെറു ദൃശ്യത്തെ പോലും വളച്ചൊടിച്ച് ജനവികാരങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുന്ന സമാന്തര പത്രപ്രവർത്തനത്തിന്റെ ബഹളമാണ് എങ്ങുമെന്നും രാജശ്രീ. രാത്രി കാറിൽ ലിഫ്റ്റ് ചോദിച്ച് കയറി പണമടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ച 2 പേരെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കണ്ണൂർ സ്വദേശികളായ സാജിദ് PM, അനീസ് P എന്നിവർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.